ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഒന്നെങ്കിൽ അസറ്റ് സൈഡ് അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡ്, ഏതെങ്കിലും ഒരു സൈഡിൽ എമൗണ്ട് കുറയാം. എമൗണ്ട് എന്ത് ചെയ്യാം? കുറയാം. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതൊരു ഫുള്ളി ഓൺഡ് സബ്സിഡറിയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളി ഓൺഡ് സബ്സിഡറി എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിൽ പോയി അങ്ങ് വരയ്ക്കണം. എന്തോ വരയ്ക്കണം? നമ്മുടെ ബാലൻസ് ഷീറ്റ് അത് ഇങ്ങ് വരച്ചിടുക. പെട്ടെന്നൊന്ന് വരച്ചിട്ട് ബാലൻസ് ഷീറ്റ് വരച്ചിട്ടിട്ട് ഇനി ഞാൻ പറയുന്നത് കേൾക്കാവൂ, അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യനൊക്കെ അപേക്ഷിച്ച് ഇത്തിരി മാറ്റങ്ങളൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ, അത് പ്രോബ്ലം ചെയ്തു വരുന്നത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും എഴുതിയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൻ്റെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി സൈഡിൽ ആദ്യത്തേത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അതിൻ്റെ താഴെ ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഏതെടുത്തെഴുതുന്നത്? ഈ 50,000 രൂപ എടുത്തെഴുതണം. ഷെയർ ക്യാപിറ്റലായിട്ട് 50,000 എടുത്തെഴുതി. ഇനി അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന എന്തുവാണ്? നിങ്ങളുടെ ആൻസറിൽ നോക്കിയേ, 50,000 ഷെയർ ക്യാപിറ്റൽ. ആൻസറിൽ അടുത്ത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്തുവാ? റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ ജനറൽ റിസർവിനെയാണ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത്. ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതെല്ലാം റിസർവ് ആൻഡ് സർപ്ലസാണ്. അപ്പോൾ ജനറൽ റിസർവ് എത്ര രൂപ ഉണ്ട്? റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ കേവലം ജനറൽ റിസർവ് മാത്രമല്ല, അതിനകത്ത് ജനറൽ റിസർവ് വരും, സർപ്ലസ് വരും. സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ആണ്. ഓക്കെ, അപ്പോൾ ജനറൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസറിൽ നോക്കിയേ, നിങ്ങളുടെ ആൻസറിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ താഴെ ആൻസർ നോക്കിയേ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ താഴെ ആദ്യം കിടക്കുന്ന എന്തുവാണ്? ഷെയർ ക്യാപിറ്റൽ. അത് നിങ്ങൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അടുത്ത എന്തുവാണ് നിങ്ങളുടെ ആൻസറിൽ കിടക്കുന്നത്? റിസർവ് ആൻഡ് സർപ്ലസ്. എന്തുവാ? റിസർവ് ആൻഡ് സർപ്ലസ്. ആ റിസർവ് ആൻഡ് സർപ്ലസിന് താഴെ ഒരു ബ്രാക്കറ്റ് ഇട്ട്, നിങ്ങളുടെ ആൻസർ ഇപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസിന് താഴെ ഒരു ബ്രാക്കറ്റ് ഇട്ട്, റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ കേവലം ജനറൽ റിസർവ് മാത്രമല്ല, ജനറൽ റിസർവും സർപ്ലസും കൂടെ ചേരുന്നതാണ് റിസർവ് ആൻഡ് സർപ്ലസ്. ഇപ്പോൾ ജനറൽ റിസർവും സർപ്ലസ് എന്ന് പറയുമ്പോൾ അത് ആരുടെ മാത്രമേ എടുക്കത്തുള്ളൂ? ഹോൾഡിംഗ് കമ്പനിയുടേത് മാത്രമേ എടുക്കത്തുള്ളൂ. ആരുടെ എടുക്കില്ല? സബ്സിഡറി കമ്പനിയുടേത് എവിടെ എടുക്കത്തില്ല? റിസർവ് ആൻഡ് സർപ്ലസ് എടുക്കത്തില്ല. അപ്പോൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ ജനറൽ റിസർവും സർപ്ലസും കൂടെ കൂട്ടി വെക്കണം. അപ്പോൾ അവിടെ ആ ബ്രാക്കറ്റിൽ എഴുതണം 10,000 പ്ലസ് ജനറൽ റിസർവ് 10,000, സർപ്ലസ് എത്രയാണ്? 5,000. അപ്പോൾ ടോട്ടൽ എത്ര രൂപ ഔട്ടർ കോളം കാണിക്കണം? 15,000 രൂപ കാണിക്കണം. ഡൗട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോർമാറ്റ് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടായിരിക്കണമെങ്കിൽ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ. ആദ്യത്തെ ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ എഴുതി 50,000 രൂപ. രണ്ടാമത്തെ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ കേവലം റിസർവ് മാത്രമല്ല, സർപ്ലസും ഉണ്ട്. അപ്പോൾ ജനറൽ റിസർവും സർപ്ലസും ഉണ്ട്. അവിടെ ഓർക്കേണ്ട കാര്യം, ആരുടെ മാത്രമേ എടുക്കത്തുള്ളൂ? അപ്പം റിസർവ് ആൻഡ് സർപ്ലസിനകത്ത് ആരുടെ മാത്രമേ എടുക്കത്തുള്ളൂ? ജനറൽ റിസർവും സർപ്ലസും ആരുടെ ഹോൾഡിങ്ങിൻ്റെ മാത്രമേ എടുക്കും, 15,000. ഇനി അടുത്ത എന്ത് നിങ്ങളുടെ ബുക്ക് എഴുതി വെച്ചിരിക്കുന്നത് ലയബിലിറ്റി സൈഡിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. അതെത്ര രൂപയാണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ നമുക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാര്യം 100% ഫുള്ളി ഓൺഡ് ആയതുകൊണ്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റിൽ അതിൻ്റെ നേരെ നില്ലെന്ന് ഇടുക. ഇനി വല്ലതും ഉണ്ടോ? ഇനി എന്തോ ഉള്ളത്? കറണ്ട് ലയബിലിറ്റി. നോക്കി, കറണ്ട് ലയബിലിറ്റി ഏതാ കിടക്കുന്നത്? ആപ്പാടുള്ള ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രേഡ് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കറണ്ട് ലയബിലിറ്റിയുടെ അവിടെ ഞാൻ സ്ഥലം വിടാൻ പറഞ്ഞല്ലോ, അതിൻ്റെ താഴെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതിയിട്ട് എന്തെഴുതി വെക്കണം? 20,000ഉം 17,000 കൂടെ കൂട്ടി വെക്കണം. 20,000 പിന്നെന്തുവാ? 17,000 കൂട്ടി വെക്കണം. അപ്പോൾ എത്രയായി? അത് 2 പേരുടെ എടുക്കണം. നമ്മൾ എന്ത് മാത്രമേ ഉള്ളൂ 2 പേരുടെ എടുക്കാത്തത്? ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും ഉള്ളൂ 2 പേരുടെ എടുക്കാത്തത്. ഓക്കെ, അത് 2 പേരുടെയും കൂട്ടി വെക്കണം, 20ഉം 17,000. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ റിസർവ് നമ്മൾ എടുക്കത്തില്ല. കാര്യം ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്, റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും നമ്മൾ വേറെടുത്ത് എടുക്കുന്നുണ്ട്, വേറൊരു കാര്യത്തിന് വേണ്ടി ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എടുക്കാത്തത്. ബാക്കിയുള്ള എല്ലാ അസറ്റുകളും ലയബിലിറ്റീസും നമ്മൾ കമ്പൈൻ ചെയ്തത്. ഓക്കെ, സംശയം വല്ലോണ്ട്? ഇനി ഒരു കാര്യം കൂടി, ടോട്ടൽ ചെയ്യരുത്. ടോട്ടൽ റഫായിട്ട് ചെയ്ത് സൈഡിലെങ്ങാണ് എഴുതി വെക്കുക. ടോട്ടൽ റഫായിട്ടൊന്ന് ചെയ്ത് സൈഡിൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. ടോട്ടൽ പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. അത് കേട്ടോ, ടോട്ടൽ റഫായിട്ട്.
എത്ര രൂപ ടോട്ടൽ വരും? 50, 15, 37 കൊണ്ട് 1,02,000 രൂപ ടോട്ടൽ വരും. അത് നിങ്ങൾ സൈഡിൽ എഴുതി വെച്ചോണം, 1,02,000 രൂപ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം ലയബിലിറ്റി സൈഡിൽ ആദ്യം കിടക്കുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആണ്. അതിനകത്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അതിൽ ആദ്യം ഇരുന്ന് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ 6 മാത്രമേ എടുക്കത്തുള്ളൂ, ഹോൾഡിംഗ് കമ്പനിയുടെ 50ആണ്. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ അതിന് ജനറൽ റിസർവ് വരും, സർപ്ലസും വരും. അത് 6 മാത്രമേ എടുക്കത്തുള്ളൂ, ഹോൾഡിംഗ് കമ്പനിയുടെ 10, 5, 15. അതിന് ശേഷമുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്, അതില്ല, നില്ലിടുക. അടുത്തെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതർ ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ട്രേഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി താഴെ സ്ഥലം വിൽക്കാൻ പറഞ്ഞാൽ അവിടെ ട്രേഡ് ക്രെഡിറ്റേഴ്സ് എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി വെക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റലും ജനറൽ റിസർവും മാത്രമേ ഉള്ളൂ രണ്ടുപേരുടെയും കൂടെ എടുക്കാത്തത്, ഹോൾഡിങ്ങിൻ്റെ മാത്രം എടുക്കുന്നത്. ബാക്കിയെല്ലാം രണ്ടുപേരുടെയും കമ്പൈൻ ചെയ്ത് എടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടോട്ടൽ എഴുതി താഴെ വെക്കരുത്. ടോട്ടൽ എഴുതി സൈഡിലെങ്ങാണ് പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വെക്കുക. 1,00,000 എത്രയാണ്? 1,00,000 എത്ര രൂപ കിട്ടി? 2,000 ടോട്ടൽ കിട്ടി. ഇനി അസറ്റ് സൈഡിലോട്ട് പോവുക. അസറ്റ് സൈഡിലോട്ട് പോവുക. അസറ്റ് സൈഡിൽ പറയുന്നുണ്ട് ഫിക്സഡ് അസറ്റ് ടാഞ്ചിബിൾ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ടാഞ്ചിബിൾ അസറ്റ് സൈഡിൽ നിങ്ങൾ ആദ്യം എഴുതിയിരിക്കുന്നത് എന്തുവാണ്? ഫിക്സഡ് അസറ്റ്. ബുക്ക് നോക്കി. അസറ്റ് സൈഡിൽ ആദ്യം എഴുതിയിരിക്കുന്നത് എന്തുവാണ്? നോൺ കറണ്ട് അസറ്റിനകത്ത് എന്തുവാ? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് നമുക്ക് എഴുതാൻ പറ്റുന്ന തുക എഴുതുന്നത് എവിടെ മാത്രമാണ്? ടാഞ്ചിബിളിലും ഇൻടാഞ്ചിബിളും. ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിക്സഡ് അസറ്റ് ആണെന്ന് പറയും, ടാഞ്ചിബിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്. ടാഞ്ചിബിൾ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 59,000, 40,000 ബ്രാക്കറ്റിൽ കൂട്ടി അങ്ങ് എഴുതുക. 59,000 പ്ലസ് 40,000. എന്നിട്ട് എമൗണ്ട് കോളം 99,000 രൂപ ഔട്ട് കോളം കാണിക്കുക. ഓക്കെ. ഇനി അടുത്ത് എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്? ആ ബാലൻസ് ഷീറ്റ് എന്തുവാ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? എന്തുവാ? 2,000 ഇക്വിറ്റി ഷെയർസ് എസ് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്ത് എത്ര രൂപ? 26,000 രൂപ. കണ്ടോ? 2,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ്. എസ് ലിമിറ്റഡ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് 26. അത് നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ അസറ്റ് സൈഡ് കഴിഞ്ഞു. അസറ്റ് സൈഡ് കഴിഞ്ഞല്ലോ. കാര്യം ഇത് നമ്മൾ എടുക്കുമോ? ഇതെന്തുവാ? ഇൻവെസ്റ്റ്മെൻറ്റാണ്. 26,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റാണ്. എവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റാണ്? എസ് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്ത തുകയാണ്. അത് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ നമ്മൾ നോക്കണം. ഇനി നിങ്ങൾ നോക്കി, ലയബിലിറ്റി സൈഡ് എത്ര കിടപ്പുണ്ട്? 1,02,000. അസറ്റ് സൈഡ് എത്രയാ? പറഞ്ഞോ? 99,000. അസറ്റ് സൈഡ് ഒരു ഐറ്റമേ ഉള്ളൂ, 59, 40, 99. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ 1,02,000 ആണല്ലോ. ആ 1,02,000 രൂപ ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ എഴുതുക. 1,02,000 എഴുതുക. ഇനി അസറ്റ് സൈഡിൻ്റെ ടോട്ടലും എത്ര തന്നെ എഴുതുക? 1,02,000 എഴുതുക. 1,02,000 രൂപ എഴുതുക. ഇനി നോക്കി, അസറ്റ് സൈഡിൽ 1,02,000 ഉണ്ടോ? 99 ഉള്ളു. ഇനി എത്ര കൂടെ വരണം? 3,000 കൂടി വരണം. ഈ 3,000 രൂപ ഇൻറ്റാഞ്ചിബിൾ അസറ്റിന് നേരെ എഴുതുക. എന്നിട്ട് ആ ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ ബ്രാക്കറ്റ് എഴുതുക, ഗുഡ് വിൽ. ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ ബ്രാക്കറ്റ് എഴുതുക, ഗുഡ് വിൽ. ഇങ്ങനെയാണ് ഗുഡ് വിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലയബിലിറ്റി സൈഡിൻ്റെ ടോട്ടൽ നേരത്തെ കണ്ടുപിടിച്ച് സൈഡിൽ എഴുതി കിട്ടണം 1,02,000 രൂപ. അസറ്റ് സൈഡിൻ്റെ ടോട്ടലും സൈഡിൽ എഴുതി കിട്ടണം പെൻസിൽ കൊണ്ട് 99,000 രൂപ. എന്നിട്ട് നോക്കണം ഏതാ വലുത്? 1,02,000 രൂപ വലുത്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമ്മൾ ആ ലയബിലിറ്റി സൈഡ് ടോട്ടൽ 1,02,000 രൂപ ലയബിലിറ്റി സൈഡിൽ എഴുതുക, 1,02,000 രൂപ അസറ്റ് സൈഡിലും എഴുതുക. എന്നിട്ട് നോക്കണം, ലയബിലിറ്റി സൈഡ് 1,02,000 രൂപ എടുത്തതിനകത്ത് പ്രശ്നമൊന്നുമില്ല, മര്യാദകളൊന്നുമില്ല. പക്ഷേ അസറ്റ് സൈഡ് 1,02,000 എഴുതുമ്പോൾ ആലോചിക്കണം, അവിടെ എത്ര രൂപയേ ഉള്ളൂ? 99,000 രൂപയേ ഉള്ളൂ. അപ്പോൾ എത്ര കൂടി വരണം? 3,000 കൂടി വരണം. ആ 3,000 എവിടെ എടുത്ത് എഴുതണം? ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ നേരെ എഴുതണം. അതാണ് ഗുഡ് വിൽ. ഇനി ഈ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ, ഈ 3,000 രൂപ കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡുണ്ട്. ഞാൻ തന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ഉടായ്പ മാറുക. നമ്മുടെ പ്രോബ്ലം ഒരിക്കലും തെറ്റത്തില്ല. ഈ 3,000 എങ്ങനെ കിട്ടിയെന്ന് കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഈ അസറ്റ്, ഈ ഒരു ബിസിനസ്സിലേക്ക് ഇവർ 26,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എച്ച് ലിമിറ്റഡ് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 26,000 രൂപയ്ക്കാണ് ഇത് വാങ്ങി. ഈ സ്ഥാപനം വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 26,000. ഈ 26,000-ൽ ഇവൻ്റെ കയ്യിൽ ഈ സ്ഥാപനത്തിൽ ഷെയർ ക്യാപിറ്റലായിട്ട് 20,000 സർപ്ലസ് ആയിട്ട് 3,000 രൂപയുള്ളൂ. അപ്പോൾ 26,000 രൂപയ്ക്കാണ് ഈ ബിസിനസ് വാങ്ങിയത്. എത്ര? അതാണ്ട് 26,000 രൂപയ്ക്ക്. പക്ഷേ ഈ എസ് ലിമിറ്റഡിന് എത്രയേ ഉള്ളൂ? ഷെയർ ക്യാപിറ്റലും സർപ്ലസുമായിട്ട് എത്രയേ ഉള്ളൂ? 20,000 3,000. അപ്പോൾ ഈ 20,000 3,000 കുറയ്ക്കുക. 20,000 3,000 കുറയ്ക്കുക. അപ്പോൾ എത്ര രൂപ
അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങളുടെ ബുക്ക് എടുത്തിട്ട് ബുക്കിലോട്ട് എഴുതണം. ഇതെങ്ങനെ വന്നെന്ന് ആരെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഓർ ഗുഡ് വിൽ എന്ന് എഴുതുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഓർ ഗുഡ് വിൽ എന്ന് എഴുതുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ഓർ ഗുഡ് വിൽ അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് ആദ്യം ഈ 26,000 രൂപ എടുത്തെഴുതണം. ആ 26,000 വിളിക്കുന്ന പേരെന്തോ? കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്തയാ? എസ്റ്റിമേറ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് 26,000 രൂപ എഴുതുക. 26,000 രൂപ എഴുതുക. എന്നിട്ട് ലെസ് അതിൽ നിന്ന് ഈ എസ് ലിമിറ്റഡിൻ്റെ വാങ്ങിയപ്പോൾ നമ്മൾ 26,000 രൂപയ്ക്ക് ഇവൻ്റെ വാങ്ങിയപ്പോൾ ഇവൻ്റെ ക്യാപിറ്റലും ഇവൻ്റെ ലാഭവിഹിതവും എത്രയാണെന്ന് അറിയണം. ഇതിൽ നിന്ന് ഇവൻ്റെ ക്യാപിറ്റലും ഇവൻ്റെ റിസർവും കുറച്ചാൽ മതി. ഇവൻ്റെ ക്യാപിറ്റലും പിന്നെ എന്തുവാ? 26,000 കൊടുത്തത് വാങ്ങിയത്. അപ്പോൾ ഈ 26,000 നിന്ന് എന്ത് കുറയ്ക്കണം? ആദ്യം ഇവൻ്റെ ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കും. ലെസ് നമ്പർ 1 ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിനൊക്കെ എഴുതിയാൽ മതി. എത്ര ഷെയർ ക്യാപിറ്റൽ? 20,000. വീണ്ടും ലെസ് റിസർവ് ഉണ്ടായിരുന്ന കുറച്ച് തരാം. റിസർവ് ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? സർപ്ലസ്. എത്ര? 3,000. സർപ്ലസ് 3,000. ഇപ്പോൾ 26,000 നിന്ന് എന്തൊക്കെ കുറയ്ക്കണം? ഈ ഡെബിറ്റിൽ കിടക്കുന്ന ഷെയർ ക്യാപിറ്റൽ 20,000 കുറയ്ക്കണം എസിൻ്റെ. ഇപ്പോൾ എസ് ലിമിറ്റഡിന് നമ്മൾ വാങ്ങി 26,000 രൂപ കൊടുത്താൽ ആ 26,000 നിന്ന് അവൻ്റെ ഷെയർ ക്യാപിറ്റലും അവൻ്റെ റിസർവും കുറയ്ക്കണം. അവൻ്റെ കയ്യിലുള്ളത് കുറയ്ക്കണം. ഇപ്പോൾ 20,000 ഷെയർ ക്യാപിറ്റലും കുറച്ച് 3,000 രൂപ ലാഭവിഹിത സർപ്ലസും കുറച്ചു. അപ്പോൾ ബാക്കി എത്ര കിട്ടി? 26,000 23 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 3,000 രൂപ. 3,000 രൂപ. ഇതിൻ്റെ അർത്ഥം എന്തോന്ന് പറഞ്ഞുതരാം. സത്യത്തിൽ 23,000 രൂപക്കുള്ള ബിസിനസ്സേ ഉള്ളൂ ഇത്. പക്ഷേ 20,000 രൂപ ക്യാപിറ്റൽ, 3,000 രൂപ പ്രോഫിറ്റ്, 23,000 രൂപയ്ക്കുള്ള സ്ഥാപനമേ ഉള്ളൂ. പക്ഷേ 23,000 രൂപയുടെ സ്ഥാപനം നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 26,000 രൂപ. പക്ഷേ 3,000 രൂപ കൂടുതൽ കൊടുത്താൽ വാങ്ങിയത്. അപ്പോൾ 3,000 കൂടുതൽ കൊടുത്തതിൻ്റെ കാരണം ആ ബിസിനസ്സിന് ഗുഡ് വില്ലുള്ളത്. ആ 3,000 കൂടുതൽ കൊടുത്താൽ അവൻ്റെ ഗുഡ് വില്ലിനെ ബാധിച്ചുകൊണ്ട്. അപ്പോൾ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇൻറ്റാഞ്ചിബിൾ അസറ്റിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വാങ്ങിയ വിലയിൽ നിന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും എത്ര ഇൻവെസ്റ്റ് ചെയ്ത്? 26,000. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലും പിന്നെന്തുവാ? സർപ്ലസും കുറച്ചാൽ മതി. ഇപ്പോൾ 26,000 നിന്ന് സബ്സിഡറി കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്ര? 20,000. പിന്നെന്തുവാ? സർപ്ലസ് 3,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 3,000 രൂപ കിട്ടും. ഈ 3,000 രൂപയാണ് ഗുഡ് വിൽ. ഇനി ഇതിങ്ങനെയൊന്നും ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ കാണിച്ചതേ ഉള്ളൂ. ഞാൻ കഴിവതും ഇങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പഠിപ്പിക്കാറില്ല. കാര്യം ഞാനിപ്പോൾ തന്നെ ഉടായ്പ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും തെറ്റത്തില്ല. ഉടായ്പ എന്ന് പറയുമ്പോൾ എന്തുവാ? ലയബിലിറ്റി ടോട്ടൽ എടുക്കുക, അസറ്റ് ടോട്ടൽ എടുക്കുക. ലയബിലിറ്റി ആ കൂടുതലെങ്കിൽ അതെടുത്ത് അപ്പുറം എഴുതിയിട്ട് അസറ്റ് കുറവ് വരുന്ന തുക ഉണ്ടല്ലോ അത് ഗുഡ് വില്ലിൻ്റെ നേരെ അങ്ങ് എഴുതുക. ഇൻറ്റാഞ്ചിബിൾ. ഓക്കെ.